ഇന്നത്തെ മോഡൽ എ ഐകളാവില്ല അത്ര ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ എ ഐകൾ ടെക്സ്റ്റ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ ടോക്കൺ പ്രഡിക്ഷൻ എ ഐകളാണ്. ടോക്കൺ പ്രഡിക്ഷൻ എ ഐകൾക്ക് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ആ പരിധി ഓൾറെഡി ഹിറ്റ് ചെയ്തതായിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരങ്ങളുടെ ക്വാളിറ്റി പണ്ടത്തെ പോലെ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടും എമൗണ്ട് ഓഫ് ഡാറ്റയും അവൈലബിൾ ആയാൽ കിട്ടാവുന്ന ഒരു ഒപ്റ്റിമൽ ആൻസർ ഉണ്ടല്ലോ. ഇത് ശരിക്കും എത്ര വേണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുക, ഡാറ്റയും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൻസറിൻ്റെ ക്വാളിറ്റി ഒരുപാട് കൂടുമെന്ന് പറയുന്ന അല്ല, അതൊരു സീലിംഗ് ഹിറ്റ് ചെയ്തിട്ട് ഒരു പരിധിൻ്റെ അപ്പുറത്തേക്ക് അത് ഇമ്പ്രൂവ് ആകുന്നില്ല എന്നുള്ള ഒരു പോയിന്റ് ഇന്ന് പലരും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതല്ല ഇത്ര ആക്ച്വലി ഈ AGI എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ശരിക്കും അവിടെയും നമുക്ക് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് വരാം. അതായത് AGI ആണോ വേണ്ടത്, അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന AGI ഒന്നും അല്ലാത്ത നമുക്ക് റിയൽ വേൾഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന AI ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഈ AGI എന്നുള്ള പുഷിലേക്ക് നിലവിലെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്നുള്ള സിസ്റ്റംസ് എത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. കാരണം വെറും ടെക്സ്റ്റ് മാത്രം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫിസിക്സ് ഒന്നും അറിയില്ല, റിയൽ വേൾഡിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ റിയൽ വേൾഡ് സാഹചര്യങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കാൻ ശരിക്കും പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെയാണ് വേൾഡ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം. ഈ വേൾഡ് മോഡലുകളെ മെയിനായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാർ യാൻ ലെക്കൂൺ ഒക്കെയാണ്. യാൻ ലെക്കൂൺ മെറ്റയുടെ ചീഫ് AI സയൻറ്റിസ്റ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം മെറ്റയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വാർത്ത വായിക്കുകയുണ്ടായി. വേൾഡ് മോഡലുകൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, റിയൽ വേൾഡിൽ ഉപയോഗിക്കാൻ കഴിയുന്ന AI വരണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ പാരറ്റിനെ പോലെ, തത്തയെ പോലെ കുറേ ടെക്സ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന, ആ ടെക്സ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും അറിയാത്ത AI ടൂളുകളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പകരം വീഡിയോകളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, സെൻസേഴ്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, റിയൽ വേൾഡിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന വേൾഡ് മോഡലുകൾ വരണം. അപ്പോൾ ഈ വേൾഡ് മോഡലുകളാണ് ശരിക്കും ഈ സോറയൊക്കെ വേൾഡ് മോഡലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസ് ചെയ്തിട്ടായിരിക്കും ശരിക്കും ഒരു റിയൽ വേൾഡിൽ ഉപയോഗിക്കാൻ കഴിയുന്ന AI വരിക എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ Genie 3 എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ വേൾഡ് മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതാണ് ഭാവിയിൽ ജനകീയമായിട്ടുള്ള ഈ AGI പോലത്തെ സിസ്റ്റംസിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും LLMകൾ, ഇപ്പോഴത്തെ ടെക്സ്റ്റ് പ്രഡിക്ഷൻ ചാറ്റ് ബോട്ട് മോഡൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ChatGPT ഒക്കെ ഉണ്ടല്ലോ, അതെത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. വേൾഡ് മോഡലുകളുടെ കമ്പ്യൂട്ടിംഗ് റിക്വയർമെൻറ്റുകൾ ഈ LLMകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 100x അല്ലെങ്കിൽ 1000x ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ ആർഗ്യുമെൻ്റ് എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഡാറ്റാ സെൻറ്ററും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് പുകിലുകൾ അതിൻ്റെ മുകളിലുണ്ടല്ലോ. ഇപ്പോൾ ഈ നിയോ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും, ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആണെങ്കിലും, ഇവരൊക്കെ ഇതിന് റഷ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ, LLMകൾ വിജയിക്കില്ലോ എന്നുള്ളത് ആക്ച്വലി പ്രശ്നമല്ല. വേൾഡ് മോഡലുകൾ വരുന്നുണ്ട്. വേൾഡ് മോഡലുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയും ഡാറ്റാ സെൻറ്ററും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു ബബിളായിട്ട് പൊട്ടാനുള്ള ചാൻസ് കുറവാണ്. പകരം ഡിമാൻഡ് ഇനിയും കൂടുക മാത്രമേ ചെയ്യുള്ളൂ. ബിക്കോസ് വേൾഡ് മോഡലുകൾ വീഡിയോകളിലായിരിക്കും, ഫ്രെയിംസ് കൂടുതലായിരിക്കും. ഒരു സെക്കൻഡിൽ തന്നെ അത്രയും ഫ്രെയിം വരില്ല. അപ്പോൾ അത്രയും ഡാറ്റ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെയാണ് ശരിക്കും ഈ ടെസ്ലയ്ക്കൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഭാഗം ഇതാണ്. കാരണം ടെസ്ലയുടെ കാറുകൾ റിയൽ വേൾഡിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ടെസ്ലയുടെ കാറുകൾ ഇതിൻ്റെ 8 ക്യാമറകൾ വഴി ലോകത്തെ ഒപ്പിയെടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മില്യൺ കണക്കിന് കാറുകൾ റോട്ടിലുണ്ടെങ്കിൽ ടെസ്ലയ്ക്ക് അത്രയും റിയൽ വേൾഡ് ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റിയൽ വേൾഡ് ഡാറ്റയിൽ നിന്നൊക്കെ ടെസ്ലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേൾഡ് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേ AGI ആവാൻ പൊട്ടൻഷ്യലുള്ള AIകൾ ക്രിയേറ്റ് ചെയ്യാൻ ടെസ്ലയ്ക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം അതാണ്. കാരണം ടെസ്ലയ്ക്ക് അത്രയും ഡാറ്റ സക്ക് ചെയ്തിട്ട് ടെസ്ലയുടെ വാല്യുവേഷനും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വേൾഡ് മോഡലുകളായിരിക്കും ശരിക്കും AI ഒരു ബബിൾ ആവില്ല എന്ന് പറയുന്നതിനുള്ള ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത്.